ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ. ചിരിച്ചെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വെടിപൊട്ടിക്കാറൊക്കെ ഉണ്ട്. പണ്ട് പട്ടാളത്തിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെടിപൊട്ടിച്ച് നടന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം റിട്ടയർഡ് ആയതിനു ശേഷം വെടിയോട് വെടി മാത്രമല്ല, ഇടയ്ക്ക് മറ്റേ എന്താ പറയുക, വാണമൊക്കെ വിടാറുണ്ട് ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സംസാരിക്കും, ചില സമയത്ത് CPM-ന്റെ ഭാഗമായിട്ട് സംസാരിക്കും. ഇപ്പൊ കുറച്ച് നാളായിട്ട് ചാണാക്കുഴിയിലാണ്. പക്ഷെ ചാണാക്കുഴിയിൽ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വെടി പൊട്ടിച്ച് മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാറുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നല്ലോ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയ്ക്കകത്ത് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ഗുജറാത്ത് 2002 നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ട് അതിനകത്ത് ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കറക്റ്റും ആ ഗുജറാത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പച്ചയായിട്ട് അത് ചിത്രീകരിച്ചു. ആ സിനിമ കണ്ടിട്ടും ആദ്യം ഈ വേട്ടാവളിയൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇതുപോലത്തെ ഒരു മേക്കിങ് ഇന്ത്യൻ സിനിമയിൽ ഇനി കാണാൻ പറ്റത്തില്ല. കാരണം പൃഥ്വിരാജ് വേറെ ലെവലാണ്, ലാലേട്ടൻ പൊളിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഊത്തലുമായിട്ട് രംഗത്ത് വന്നപ്പോഴത്തേക്ക് നേരെ മലക്കം മറിഞ്ഞ്. അതിന് നമ്മൾ വേറെ പറയുന്നത്. അപ്പോൾ എന്തായാലും വാക്കിന് നിറവില്ലാത്ത, തലക്ക് ബോധവും വെളിവും ഇല്ലാതെ ഇങ്ങനെ പല കാര്യങ്ങളും പല സമയത്ത് വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ മാധ്യമ പ്രവർത്തകൻ ചാനലൊക്കെ ചെന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ചില പൊട്ടത്തരങ്ങളൊക്കെ പറയും. അത് ചിലപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ ചിരിച്ചു പോകട്ടെ. പക്ഷേ എനിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഞാൻ കമൻറ്റ് നോക്കിയപ്പോഴത്തേക്കും പൊട്ടിച്ചിരിച്ചു കേട്ടോ. ഞാൻ 2-3 കമൻറ്റുകളൊന്ന് വായിക്കാം. അപ്പോൾ ഇയാളല്ലേ പറഞ്ഞത് എനിക്ക് ഒരു പാർട്ടിയുമായി ബന്ധമില്ല എന്ന്. എങ്ങനെ സാധിക്കുന്നടാ? തനിക്കിപ്പോൾ യുദ്ധമൊന്നും ഇല്ലേ? വെറുതെ വെടി പൊട്ടിക്കരുത്. ഇപ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ടാൽ ചികിത്സിച്ച് മാറ്റാം. കയ്യിൽ പിടിച്ചാൽ കിട്ടും. ഒരു വിലയും കിട്ടില്ല, ഉണ്ടാവില്ല. വെടിവെച്ചാൽ പരിഗണന കിട്ടും. സിനിമയിൽ അന്ന് മല്ലിക ചേച്ചിയോട് കിട്ടിയ ക്ഷീണം തീർന്നിട്ടില്ല. ഇയാൾ സിനിമയിൽ വിജയിക്കുമെന്നാൽ രാഷ്ട്രീയത്തിൽ കൊള്ളില്ല. വെടിവെച്ച് ശീലമായി പോയല്ലോ. അങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആശാൻ പൊട്ടിച്ചിരിക്കുന്ന വെടി എന്ന് പറഞ്ഞാൽ അതൊരു 1.5 വെടിയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും ഇനിയിപ്പം ഒരു കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ആരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമ്മൾ പറയും അതിന് യോഗ്യൻ ശശി തരൂർ എന്ന് പറയുന്ന ലോക വിവരമുള്ള നോളജുള്ള ആ ഒരാളെയാണെന്ന് നമ്മൾ പറയും അല്ലേ. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും MLA ആയിട്ടോ അല്ലെങ്കിൽ MP ആയിട്ടോ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ ഈ ചാണാക്കുഴിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വടക്കേന്ത്യ അല്ല ഇത്, കേരളത്തിലെ ജനങ്ങളില്ലേ ഇവനെയൊക്കെ പബ്ലിക്കിൽ എടുത്തിട്ട് കാച്ചും. അത് നന്നായിട്ട് ഇവർക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ പദവിയിലിരിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചായ്വുണ്ടെങ്കിൽ അവനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നടു റോഡിൽ പബ്ലിക്കിൽ ഇവനെയൊക്കെ തുണി ഉരിച്ചടിക്കും. അമ്മാരി ഉഷിരുള്ള ആമ്പിള്ളേരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ആശാൻ പൊട്ടിച്ചിരിക്കുന്ന വെടി എന്താണെന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കണം. നമുക്കൊന്ന് പോയാലോ? ചില വെളിപ്പെടുത്തലുമായി മേജർ രവി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ 3 MLA-മാർ BJP-ക്കൊപ്പം നിൽക്കാൻ തയ്യാറായി തന്നെ സമീപിച്ചിരുന്നതായി പറയുകയാണ് മേജർ രവി. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കണം. സ്ഥിരം മുഖങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒഴിവാക്കണം. താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പാർട്ടി പദവികൾ വേണ്ടെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നതായും മേജർ രവി മനോരമ ന്യൂസിനോട് പറഞ്ഞു. സത്യത്തിൽ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പൊ പുതിയ ഭരണസമിതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ആശാന പാർട്ടിയിലൊന്നും എടുത്തില്ല, കരിയാപ്പല പോലെ എടുത്ത് ദൂരെ കളഞ്ഞ്. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് ഫേമസ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് തിരികെ കയറ്റും. പണ്ട് അമിത്ഷാ വന്ന സമയത്ത് ഈ പറയുന്ന ആളുകളെ ഒന്നും ആ ഒരു 7 അയലത്ത് പോലും അടുപ്പിക്കാത്തതിന്റെ ഒരു അമർഷമൊക്കെ പാർട്ടിക്കാർക്ക് എതിരെ ഇയാൾ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും പൊങ്ങി വരുന്നത്. എന്തായാലും ആ പൊട്ടിക്കാൻ പോകുന്ന ആ വെടിയുണ്ടല്ലോ, ആ ബോംബ്, പണ്ട് മറ്റേ അതിർത്തിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ പൊട്ടിക്കാൻ ബാക്കി വെച്ചിരുന്ന 2-3 സാധനങ്ങളെങ്ങാണ്ട് കയ്യിലുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എടുത്ത് കീച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. BJP-യുടെ നേതൃപദവിയിലും അതുപോലെ തന്നെ വേദികളിലൊക്കെ രവിയേട്ടൻ ഇപ്പം അത്ര സജീവമല്ല. എൻ്റെ പാർട്ടി വിട്ടോ അങ്ങനെ ഒരു സംശയം ചിലർക്കെങ്കിലുണ്ട്. ഒരു പൊസിഷൻ വൈസ് പ്രസിഡന്റ് എന്നുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നത്. അത് രാജുവേട്ടൻ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞു, അവരുടെ ഇത് എൻ്റെ തലയ്ക്ക് വെച്ചിട്ട് ഇതിലും കഴിവുള്ള ആളുകളെ താങ്കൾക്ക് പറ്റുമെങ്കിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്തോളൂ. എനിക്ക് അധികാരം കിട്ടിയില്ല എന്നുള്ളത് ഞാൻ വേറെ പാർട്ടി പോകുന്നുള്ളത്, അത് ഞാൻ ചെയ്യില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ശശി തരൂരിനെ BJP-യിലേക്ക് കൊണ്ടുവരണം, അതിന് പാർട്ടി ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നാണോ രവിയേട്ടൻ്റെ ഒരു സജഷൻ? ഇദ്ദേഹം ഇന്റലക്ച്വലാണ്, ഇദ്ദേഹത്തിന് വേൾഡ് നോളജ് ഉണ്ട്. ഒരു UN മിഷൻ്റെയൊക്കെ സെക്രട്ടറി കൗൺസിൽ ജനറലൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ വരുമ്പോൾ ഇന്റർനാഷണൽ പോളിസിയെക്കുറിച്ചുള്ള വിവരമുണ്ട്.
ഒരു രാജ്യത്തിനെ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള അതിൻ്റെതായിട്ടുള്ള ശരിയായ ധാരണകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ പോളിസിയിൽ നിങ്ങളുടെ അതേ നേതാക്കന്മാരെ മാത്രം ഈ സ്റ്റില എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരേ മുഖം കാണാം. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്താണെന്നത് അസംബ്ലിക്കുള്ള ഒരു മൂഡ് വേറെ, ലോക്സഭയ്ക്കുള്ള ഒരു മൂഡ് വേറെയാണ്. അപ്പം ആ മൂഡിനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ആ മൂഡിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് പോപ്പുലറായിട്ട് ജനങ്ങൾക്ക് പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കയറ്റണം. അതിനാണ് ഞാൻ ശശി തരൂരിൻ്റെ ഒരു പേര് പറഞ്ഞത്. അത് എൻ്റെതായിട്ടുള്ള ചിന്തയിൽ പറയാണ്. എൻ്റെ അടുത്ത് വന്ന 3 MLAs ഉണ്ട്. അവരിപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവർ സിറ്റിംഗ് MLAs ആണ്. 3 MLAമാർ രവിയേട്ടനെ സമീപിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ ആവശ്യം? എങ്ങനെയായിരുന്നു 2 കക്ഷികളിൽ നിന്ന്? അത് ഇപ്പോഴല്ല, അത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തായിരുന്നു. ദേവർ ഡിസ്കസ്ഡ് വിത്ത് ദിസ് തിങ്. വി ആർ അൺകണ്ടീഷണലി വി ആർ റെഡി ടു കം. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ക്ലിയറൻസ് ഫ്രം ദ ടോപ്പ്. പക്ഷേ മൈൻഡ് സെറ്റ് മനസ്സിലായി, ഇവിടെ ആരും ഉണ്ട്, ആൾക്കാരുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾസോ ഫെഡ് അപ്പ്. രവിയേട്ടൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഇപ്പോഴത്തെ പൊസിഷനിൽ ഐ വിൽ നോട്ട് ബി സ്റ്റാൻഡിംഗ് ഫോർ ഇലക്ഷൻ. ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ ശശി തരൂർ BJP-യിലേക്ക് വരണം, അതിനായിട്ട് നേതൃത്വം മുൻകൈ എടുക്കണമെന്ന അടക്കമുള്ള അഭിപ്രായമാണ് മേജർ രവി നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ അഖിൽദാസിനൊപ്പം PB അനൂപ്, മനോരമ ന്യൂസ്, കൊച്ചി. ഇപ്പോഴത്തെ ആശാന്റെ മൂഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആ കമന്റ് ഇട്ടതുപോലെ ഉടനെ കൊണ്ട് കാണിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഇരിക്കാം. അപ്പം 3 MLAമാർ വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം അത് പത്രക്കാരൻ ചോദിക്കുമ്പോഴത്തേക്ക് അത് ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷമായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ആ പേരൊന്ന് വെളിപ്പെടുത്താവോ, ആരൊക്കെയാണെന്നുള്ളത്. നാളെ തന്നെ ഇവനെയൊക്കെ അടിച്ച് പുറത്താക്കി ചാണകവെള്ളവും തളിക്കുവാണ്. ധൈര്യമുണ്ടെങ്കിൽ മേജർ മാമ നിങ്ങൾ ആ പറഞ്ഞ 3 പേരുടെ പേരൊന്ന് വെളിപ്പെടുത്ത്. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇരുന്നുകൊണ്ട് സംഘികളുടെ മനോഭാവവും സംഘികളുടെ മനസ്സുമായിട്ട് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് വിടുപണി ചെയ്തു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുള്ളത് കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്ര ശക്തമായി RSSനെയും BJP-യൊക്കെ ശക്തമായി പല വേദികളിലും പ്രതിരോധിച്ചിട്ടുള്ള ആ പുള്ളീനെ കൊടുക്കാനായിട്ട് ചില അറുവാണിച്ചുകളെയും കൊണ്ട് ഇതിന്റെ രംഗത്ത് വന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഇപ്പൊ അതൊക്കെ എവിടം വരെ ആയി എന്നുള്ളത് നമുക്കറിയാം. ഒരുത്തരെ ജയിപ്പിച്ചതിന്റെ കേട് ഇതുവരെ നമുക്ക് തീർന്നിട്ടില്ല. ആ പാവം തൃശ്ശൂരിലെ ജനങ്ങൾ കൈയും കാലിട്ട് അടിച്ചോണ്ടിരിക്കുക. അന്നേരമാണ് ഇത് അടുത്ത വേട്ടാവളിയൻ. എടാ, ഇവനൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് ഈ ഇലക്ഷന് പോയി നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടുമെന്നല്ല, 10 വോട്ട് തികച്ചു പിടിക്കത്തില്ല ഇവന്മാരൊന്നും. എന്താ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം സമനില തെറ്റിയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ പൊന്നു മാമ, റിട്ടയർഡ് ആയിപ്പോയി. നിങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയാൽ മതിയായിരുന്നു. അവിടെ പോയിരുന്ന് ആ പൊട്ടാത്ത സാധനമൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കിനി ചിരിക്കാൻ മേല. കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ച് തലകുത്തും. അമ്മാതിരി മാസ് കോമഡികളാണ് ഓരോരുത്തർ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാമൻ പൊട്ടിച്ചിട്ടുള്ള ഈ ബോംബുണ്ടല്ലോ, അതൊരു 1.5 ബോംബാ. പക്ഷെ ആ പറഞ്ഞ ആൾക്കാരെയും കൂടെ ഒന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പറയുന്ന വേട്ടാവളിയന്മാരൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നൈസായിട്ട് തോപ്പിച്ച് ഏതെങ്കിലും മൂലക്ക് ഇരുത്താം, അല്ലെങ്കിൽ ഈ പറയുന്ന ചാണാക്കുഴിയിലേക്ക് തള്ളി അങ്ങോട്ട് വിടാം. എടോ, കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ. ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് തൃശ്ശൂർ അങ്ങോട്ട് തന്നത്. പക്ഷെ അതിപ്പോൾ മനസ്സിലായി കൊടുത്തത് മോശമായി പോകുന്നു. ശരിക്കും ഈ BJP എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് രാജഗോപാലിനെ പോലെ അത്യാവശ്യം മനുഷ്യത്വമുള്ള, വർഗീയത അങ്ങനെ വലുതായിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എനിക്കൊന്ന് അയാളായിരുന്നു. പിന്നെ CK പത്മനാഭൻ, അദ്ദേഹം പണ്ട് വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയിരുന്നു. എന്തോ ആശയ വ്യത്യാസമൊക്കെ കൊണ്ടിട്ടാണ് അയാൾ BJP പോയത്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് എന്താ പറയുക, ഈ വർഗീയവാദത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ. അയാൾ കുറച്ച് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാമൻ എന്ന് പറയുന്നത് നാഴികയ്ക്ക് 40 വട്ടം എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഈ 2 വള്ളത്തിൽ കാലും വെച്ചുകൊണ്ടിരിക്കുക. അവസാനം ആ വള്ളം 2 സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് കീറിപ്പോകുന്ന അവസ്ഥയായി പോകും. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മാമൻ്റെ ഈ വെടി പൊട്ടിക്കൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും